ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ചേട്ടൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളതെന്ന് നോക്കിയാലോ. നല്ല ആവി പറക്കുന്ന ചൂട് ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കിഴങ്ങിട്ട മുട്ടക്കറി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച മുട്ടക്കറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വറുത്തില്ലായിരുന്നു, ആ മീൻ വറുത്തതുണ്ട്. ബീൻസ് തോരൻ രാവിലെ വെച്ചു. ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ. ഇനി നമുക്ക് ചുറ്റുപാത്രത്തിലേക്ക് ചോറെടുക്കാം. ഒത്തിരി ചോറൊന്നും ചേട്ടൻ കഴിക്കത്തില്ല കേട്ടോ. കുറച്ച് ചോറാണ്, കുഞ്ഞൊരു ചുറ്റുപാത്രമാണേ. ഇത് ചോറൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറികൾ വെക്കാം. ബീൻസ് തോരൻ വയ്ക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 2 കഷ്ണം മീൻ വറുത്തത് വയ്ക്കുന്നു. കൂടെ കുറച്ച് അച്ചാറും. മാങ്ങ അച്ചാറാണ് കേട്ടോ. ഇവിടെ എനിക്കും ചേട്ടനും അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനാണ് കേട്ടോ അച്ചാറൊക്കെ ഉണ്ടാക്കിയത്. ഞാനങ്ങനെ അച്ചാർ ഉണ്ടാക്കാറില്ല. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ചുറ്റുപാത്രം അടയ്ക്കാം. എന്തോ അടച്ചിട്ടങ്ങ് സെറ്റ് ആവുന്നില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിക്കുന്നുണ്ടിട്ട്. മൊബൈൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ശരിക്കും അടയാത്തെ. പിന്നെ അതങ്ങ് സെറ്റായി കേട്ടോ. ഇനി ആ മുട്ടക്ക് സെപ്പറേറ്റ് ഒരു ടിന്നിനകത്തേക്ക് എടുത്തു. ഒത്തിരി ചാറൊന്നും എടുത്തില്ല, എന്നാലും അത്യാവശ്യം എടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയായി കണ്ടോ. പിന്നെ ഒരു കുപ്പിയിൽ വെള്ളവും എടുത്തു. ഫ്ലാസ്ക്കാണ് കേട്ടോ. ചെറിയൊരു ചൂടാണ് നിൽക്കത്തുള്ളൂ. ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് പിജിയണിൻ്റെ. ഇന്ന് രാവിലെ തൊട്ടേ ചെറിയൊരു മൂടലാണ്. അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. വെയിലങ്ങ് തെളിഞ്ഞില്ല. അപ്പോഴേക്കും ചേട്ടൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. ചേട്ടൻ പോയി. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റല്ല, എന്നാൽ അത്യാവശ്യം നല്ല കാറ്റ്. നമുക്ക് ഇങ്ങനെ കാറ്റും തണുപ്പും കൂടെ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ദേഹത്തിന് മൊത്തം ഒരു വലിച്ചിലായിരിക്കുമേ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വെയിൽ തെളിയുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ചേട്ടൻ പോയി കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുവാണ്. മൈദയുടെയും മുട്ടക്കറിയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കിയത്. എനിക്ക് പൊതുവേ അട അങ്ങനെ താല്പര്യമുള്ളതല്ല. പിന്നെ ഹൈ റേഞ്ചുകാർക്ക് പൊതുവേ മൈദയുടെയും ഗോതമ്പടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പടയൊക്കെ. അതുകൊണ്ട് ഇവിടെ കൂടുതലും ഗോതമ്പടയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് കഴിച്ച് കഴിയട്ടെ. മുട്ടക്കറി ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ പിന്നെയും കഴിക്കുന്നത്. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അങ്ങ് കഴിച്ചു. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ ഹൗസ് ഓണറുടെ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. പലചരക്ക് സാധനങ്ങളും ബേക്കറിയും ഉള്ളൊരു കടയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ മേളിലേക്ക് കയറി പോവുക. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായ ഒരു കാര്യം ഉണ്ടായിട്ടോ. ഈ ഹൗസ് ഓണറുടെ മോള് കാന്തല്ലൂർ സ്കൂളിൽ പഠിപ്പിക്കും. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് ആളോട് പറഞ്ഞു എന്ന്. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എൻ്റെ ദൈവമേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകുന്നത്. നമ്മളൊരു ചാനൽ തുടങ്ങിയ ആ ചാനലിൽ ഇടുന്ന വീഡിയോസ് മറ്റുള്ളവർ കാണുന്നുണ്ട്, അവരതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനും അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി. ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിയില്ല. വെളിച്ചെണ്ണയും ഉപ്പും ചായപ്പൊടി വിമ്മ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഓക്കെ, ബൈ.